ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കണം, പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം. തെറ്റ് കാണിച്ചാൽ മുഖ്യമന്ത്രി എന്നല്ല ആരായാലും നടപടി ഉണ്ടാവണം. നിയമം ശക്തമാണെങ്കിലേ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കും വിലയില്ലാത്തൊരു രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ജീവിക്കുന്ന ആ നാണക്കേടും പേര് നമ്മൾ ജീവിച്ചു മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കാശുള്ളവനും മാത്രം പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും. പട്ടിനെയും പൂച്ചേനെയും കൊണ്ടുപോകുന്ന പോലെ പിള്ളേരുടെ ദേഹത്തും ചങ്ങലിട്ടുകൊണ്ട് നടക്കണോ ഇന്റർനാഷണൽ എയർപോർട്ടില്? ഇതാണോ ഇന്റർനാഷണല്? എന്നിട്ട് ഇരുന്ന് കൊഞ്ഞണം കുത്തിയല്ലോ കുറെ എണ്ണങ്ങൾ ഇരുന്നിട്ട് ഭയങ്കര സങ്കടം കാണിക്കല്. കേസെടുക്കണം. ഇതിന്റെ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് അതോറിറ്റിയിൽ ആരൊക്കെയുണ്ടോ ഇവരുടെ എല്ലാവരുടെയും പേരിൽ കേസെടുക്കുന്നേ. ഒരു ഉത്തരവ് അങ്ങോട്ട് ഇറക്കിയ ഉത്തരവ് കൊണ്ടാവൂല. എല്ലാവരുടെയും പേരിൽ അങ്ങോട്ട് കേസെടുക്ക്. കാണട്ടെ എല്ലാവരും കോടതി കയറിയിട്ട്. വെറുതെ ഉണ്ടാക്കിയതൊന്നുമല്ല നിയമം. ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയതും വെറുതെ അല്ല. ഇന്റർനാഷണലിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ വേണം. അത് പാലിക്കാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിന് നടപടി വേണം. ഇന്റർനാഷണൽ എന്ന് പറയുന്ന പേരിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണമെന്ന് നിങ്ങൾ ചോദിച്ചോ? അടുത്ത തലമുറയിലുള്ള ഒരാളെ പോലും ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിങ്ങളുടെ വാശിയും ധാർഷ്ട്യവുമാണോ? നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇന്നൊരു കുട്ടി മരണപ്പെട്ടിരുന്നു. 3 വയസ്സായ കുട്ടി. ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടിന് കുറെ ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏകദേശം നന്നായി അറിയാൻ പറ്റും. നവാബ് രാജേന്ദ്രൻ ഒരിക്കൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അയാൾക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ആ ഹോട്ടൽ അന്ന് അവധിയായിരുന്നു. അദ്ദേഹം മറ്റൊരു ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ടോക്കൺ എടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ടോക്കൺ എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനെ തുടർന്നിട്ട് എൻ്റെ കയ്യിൽ കാശില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കരുണാകരൻ്റെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയൊക്കെ ആയിരുന്ന അദ്ദേഹം എടുത്ത വായിക്ക് നവാബ് രാജേന്ദ്രനോട് പറഞ്ഞു, കാശില്ലെങ്കിൽ താൻ ഒലത്തേം വേണ്ട കഴിക്കുകയും വേണ്ട എന്ന് പറയുകയും അന്ന് സാഹിത്യ അക്കാദമിയിലെ ഒരു ആള് അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് നവാബെ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. ഫുഡ് കഴിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ടോക്കൺ എടുക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. കഴിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്നും ആ ഹോട്ടൽ ഉടമയ്ക്ക് ഒരു കത്ത് എന്നേക്കുവാണ്. കത്തിങ്ങനെയാണ്, ഇന്റർനാഷണലിന്റെ സ്റ്റാൻഡേർഡുകളൊന്നും പാലിക്കാത്തത് കൊണ്ട് 25,000 രൂപ പിഴയും ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് അത് മാറ്റുകയും വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ കത്ത്. ശ്രീ നവാബ് രാജേന്ദ്രൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ ആ കെട്ടിടത്തിനെതിരെ കൊടുത്ത പരാതിയാണത്. കുറെ മാനദണ്ഡങ്ങളുണ്ട് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ. സ്വർണം കളറിലുള്ള ടാപ്പുകൾ വേണം, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ടൈലുകൾ വേണം, അങ്ങനെ ഓരോ മാനദണ്ഡങ്ങളും ഉണ്ട്. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് അവർക്ക് ആ 25,000 രൂപ പിഴ കൊടുത്തതെങ്കിൽ ഇന്ന് കൊച്ചി കോർപ്പറേഷനിൽ ആള് മരിച്ച സംഭവത്തിൽ, ഒരു കുട്ടി മരിച്ച വിഷയത്തിൽ ആ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം അറിയാവുന്ന ജില്ലാ കളക്ടർ ആ സ്പോട്ടിൽ പറഞ്ഞത് ആളുകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് കുട്ടി കയറിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു പ്രസ് റിലീസ് ഇറക്കി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റിലീസ് ഇറക്കി? ഇന്റർനാഷണലിന്റെ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? 3 വയസ്സായ കുട്ടിയല്ലേ, അല്ലാതെ 30 വയസ്സായ കുട്ടിയല്ലല്ലോ. കൃത്യമായി നിങ്ങളുടെ അനാസ്ഥ കൊണ്ടാണ് ആ കുട്ടി അവിടെ നിന്നും
മരണപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവോ മാതാവോ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരാതി കൊടുത്താൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ അങ്ങോട്ട് പോയി കിട്ടും. മാനദണ്ഡങ്ങൾ ചെറുതൊന്നുമല്ല. ഇപ്പോഴും കൃത്യമായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് റോഡില്ല. ഉണ്ടോ? ആകപ്പാട ദേശീയ ഹൈവേയിൽ നിന്ന് കയറുന്ന ഒരേ ഒരു റോഡ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അടിയന്തര സാഹചര്യം വന്നാൽ ഈ റോഡിലൂടെ മാത്രമേ ഫയർഫോഴ്സ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇപ്പോഴും വരാൻ പറ്റത്തുള്ളൂ. കാലടി ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. റോഡുണ്ടോ? 4 വരിപ്പാത ഉണ്ടോ? ഇപ്പോഴും ഇല്ല. അങ്കമാലിയിലേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ, അതിനും റോഡിന് വീതി കൂട്ടിയോ? എയർപോർട്ട് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് അന്നും. ഇപ്പോഴും ആ റോഡിലേക്ക് വീതിയില്ല. അപ്പോ ഈ പറയുന്ന കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അവരൊരു പരാതി കൊടുത്താൽ അന്ന് തീരും നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ എന്ന പേര് മടക്കി വെച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നാക്കി തിരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നവാബ് രാജേന്ദ്രന്റെ കഥ ആദ്യമേ പറഞ്ഞതും. ചരിത്രം നമുക്ക് മുൻപേ പോയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വന്നതിന് ശേഷമല്ല രാജ്യത്തെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. നിയമങ്ങൾ നമുക്ക് മുൻപേ നവാബ് രാജേന്ദ്രനെ പോലെയുള്ളവര് നമുക്ക് നിയമം കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് എയർപോർട്ട് അതോറിറ്റിയുടെയും അതിന്റെ ബാക്കിയുള്ള നടത്തിപ്പുകാരുടെയും ഒക്കെ അനാസ്ഥ കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ മരിച്ചുപോയ കുട്ടിയുടെ ജീവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ആർക്കും പറ്റത്തില്ല. കേരളത്തിലെ റോഡിലൂടെ നിരന്തരം റോഡ് അപകടങ്ങൾ മാത്രമുള്ളൂ. കേരളത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം 2024 മാത്രം മരിച്ചത് 3714 പേരാണ്. അത് ഈ വർഷം 1-ാം തീയതി ആയപ്പോഴും മരണപ്പെട്ടത് ആരാ? നമ്മളെ നാളെ ഭരിക്കേണ്ട, നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് നമ്മളെ ഭരിക്കേണ്ടിയിരുന്ന സ്കൂൾ വിദ്യാർത്ഥിയാണ്. എന്നിട്ട് പറയുന്നു അത് അങ്ങനെയല്ല. ഡ്രൈവർ പറയുന്നു ബ്രേക്ക് ഉണ്ടായില്ല, വണ്ടി ചവിട്ടിയപ്പോൾ നിന്നില്ല, വണ്ടി നീങ്ങിപ്പോയി ഇടിച്ചതാണ്, റോഡാണ് അതിന്റെ പ്രധാന കാരണമെന്ന് അവര് പറയുന്നു, ഡ്രൈവർ പറയുന്നു. MVDയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും വന്നിട്ട് പറയുന്നു റോഡല്ല കംപ്ലൈന്റ്, അവിടുത്തെ വളവാണ് കംപ്ലൈന്റ്. ഇതെന്താ ഇത്? ഏറ്റവും കൂടുതൽ ആളെ കൊല്ലുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയോ? ഇനി അതിന്റെ റെക്കോർഡിന് വേണ്ടിയിട്ടാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ട് ഇന്നും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റി എന്താ പറയുന്നത്? ഒന്നും മിണ്ടുന്നില്ല. കേരളത്തിലെ റോഡിലൂടെ ഓടിച്ചു വരാൻ അവർക്ക് ധൈര്യമില്ലാഞ്ഞതുകൊണ്ടാവാം അവര് എയർപോർട്ടിലൂടെ വന്നത്. അപ്പോഴും ദേ കിടക്കണു. ആ ജീവനാര് തിരിച്ചു കൊടുക്കും? നിങ്ങള് ആരതിന്റെ ഉത്തരവാദിത്വം വെക്കും? ആർക്കും ന്യായീകരിക്കാം. ഭരണപക്ഷത്ത് നിൽക്കുന്നവർക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്കും എല്ലാവർക്കും അതിനകത്ത് ന്യായീകരണം ഒരുപാട് പറയാനുണ്ടാവും. ആ മാതാപിതാക്കളുടെ ആ കുട്ടിയുടെ ജീവൻ ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇന്റർനാഷണൽ നിലപാടൊന്നും ഇപ്പോഴും തീർച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇപ്പോഴും റോഡിന്റെ പണി തീർത്തിട്ടില്ല. 2002 ആദ്യത്തെ വിമാനം അവിടുന്ന് പറന്നു വരുന്നത്. ഇപ്പോഴും ആ റോഡിന്റെ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ അന്ന് തീരും എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ. ഇതിങ്ങനെ ചുരുങ്ങും. നെടുമ്പാശ്ശേരി എന്ന് മാത്രമാവും. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് മാത്രമായിട്ട് ചുരുങ്ങേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടിയ അവാർഡുകളിലെല്ലാം ഇന്റർനാഷണൽ എടുത്തു കളയേണ്ടി വരും. അതല്ലേ നിയമം? ഇവിടെ ആരും നിങ്ങളോട് ചോദിക്കില്ല, മിണ്ടില്ല എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ടാണ്. എത്ര മാധ്യമങ്ങൾ പറഞ്ഞു? ഒരു മാധ്യമങ്ങളും ഇവിടെ വാ തുറക്കില്ല. പറയാനുള്ളത് മുഖത്തു നോക്കി തന്നെ പറയണം, അല്ലാതെ മിണ്ടാതിരിക്കുകയല്ല ഇവിടെ വേണ്ടത്. തെറ്റ് കണ്ടാൽ അത് മുഖത്തു നോക്കി പറയുക തന്നെയാണ് മാധ്യമപ്രവർത്തകന്റെ ശൈലി. അങ്ങനെ തന്നെ പറയണം. അല്ലാതെ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളുടെയും രണ്ട് സംഘടനകളിലും ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വാർത്തകൾ പറയുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സത്യം സത്യമായി വിളിച്ചു പറയണം. എന്താ നിങ്ങൾക്ക് പറയാൻ മടി? ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നിങ്ങൾ ആ കുട്ടിക്ക് തിരിച്ചൊരു ജീവൻ കൊടുക്കൂ. പറ്റുമോ നിങ്ങൾക്ക്? ഇന്റർനാഷണൽ എയർപോർട്ടല്ലേ? ഇന്റർനാഷണൽ എയർപോർട്ടിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇപ്പോഴും പാലിച്ചിട്ടില്ലല്ലോ നിങ്ങൾ. നമുക്ക് വേണമെങ്കിൽ വെല്ലുവിളിക്കാം. എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ അവിടെ പാലിച്ചിട്ടുള്ളത്? കുറെ ഫ്ലൈറ്റ് വരുന്നു, കുറെ പേര് കയറുന്നു, തിരിച്ചു പോകുന്നു, അങ്ങോട്ട് പോകുന്നു. എന്തൊക്കെ വേണം ഇന്റർനാഷണൽ എയർപോർട്ടിന് എന്ന് നിങ്ങൾ ഇപ്പോഴും പറ. ഓരോ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ ഇത് എന്താണ്? ഏറ്റവും വലുത് എയർപോർട്ടിലേക്ക് വരാനുള്ള ആംബുലൻസ് സർവീസ് അടക്കം റോഡ് എവിടെയാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോഴും 2 വരി പാത മാത്രമാണുള്ളത്. എവിടെയെങ്കിലും ഒന്ന് റോഡ് ബ്ലോക്ക് ആയാൽ അവിടെ തീരും, ഗതാഗത കുരുക്കാണ്. പിന്നെ ആംബുലൻസ് എങ്ങനെ വരും? ഇനി ആംബുലൻസ് എയർ ആംബുലൻസ് ആണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ കാണിക്കുന്ന അലംഭാവങ്ങൾ കൊണ്ട് തന്നെയാണ് അടുത്ത തലമുറയിലുള്ള ഒരാളെ പോലും ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിങ്ങളുടെ വാശിയും ധാർഷ്ട്യവുമാണോ ഇത്? നിങ്ങളെ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള അതോറിറ്റികളുടെ കൃത്യമായ അലംഭാവം കൊണ്ട് മാത്രം ഉണ്ടായതല്ലേ? 3 വയസ്സായ കുട്ടിയോട് നിങ്ങൾ പറയാൻ പറഞ്ഞോ അതിനകത്തോട്ട് എൻട്രി ഉണ്ടായില്ല, അതുകൊണ്ടാണെന്ന്? നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്നേലും വിവരമുള്ള അഡ്വക്കേറ്റുമാരവിടെ നിരത്തി പിടിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും ഓരോ വർഷവും ഇറങ്ങുന്ന 100, 500, 1000 പേരൊക്കെ വെച്ച് ഇറങ്ങുന്ന നിയമം അറിയാവുന്ന വക്കീലിനോട് നിങ്ങൾ ചോദിക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ചോദിക്ക്. ഇന്റർനാഷണൽ എന്ന് പറയുന്ന പേരിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണമെന്ന് നിങ്ങൾ ചോദിച്ചോ? ഹൈക്കോടതിയില നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് രാമൻപിള്ള സാറിനായിരിക്കും. കാരണം ദിലീപിന്റെ അടക്കം കേസുകൾ നടത്തിയിട്ടുള്ള രാമൻപിള്ള സാറിനോട് തന്നെ നിങ്ങൾ ചോദിക്കൂ. ഹൈക്കോടതിയിൽ ഇന്നിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായ അഭിഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം. ഞാനായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഇന്റർനാഷണൽ എന്ന് പറയുന്നതിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണം എന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കൂ. അതല്ല എന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതിയിൽ അതിൽ തൊട്ട് താഴ്ത്ത് അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനായ എസ് ശ്രീകുമാറാണ്. ആ സാറിനോട് നിങ്ങൾ ചോദിച്ചു. ഇവരുടെയൊക്കെ പേര് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വാർത്തയിലൂടെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചോദിക്കൂ, ഇന്റർനാഷണൽ എന്ന് പറയുന്നതിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണം? ഇതിപ്പോ ഇന്ന് പഞ്ചാബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ഒരു കുട്ടിയാണ് പോയത്. നാളെ അത് നമുക്ക് സംഭവിച്ചുകൂടാന്നുണ്ടോ? ഇപ്പൊ എന്റെ കൂടെയുള്ളത് എന്റെ ഇളയ കൊച്ച് 2.5 വയസ്സുള്ള കുട്ടിയാ. എന്റെ കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടീനെ ഞാൻ കുളത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? എന്നിട്ടൊരു സർക്കുലറും ഇങ്ങോട്ട് പ്രവേശനവും ഇല്ല. 2.5 വയസ്സായ കുട്ടി മലയാളം വായിച്ച് പഠിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് പഠിച്ച് സ്റ്റഡി ചെയ്യുമല്ലോ. ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറയുമ്പോ ഇന്റർനാഷണൽ ക്വാളിറ്റി ആണല്ലോ അത്. ഇതാണ് ഇന്റർനാഷണൽ. ആരും ചോദിക്കില്ല, ആരും മിണ്ടില്ല എന്നുള്ളതുകൊണ്ടാണോ നിങ്ങള് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലിന്റെ ആ ക്വാളിറ്റിയും ആ മാനദണ്ഡങ്ങളും നിങ്ങൾ പാലിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷത്തിരിക്കുന്ന എംപിമാരടക്കം എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത്. എന്താ മിണ്ടാത്ത? സ്വാഭാവികമായ മരണം കേസെടുത്തു. ആരുടെ പേരിൽ കേസെടുക്കും? എയർപോർട്ടിന്റെ അതോറിറ്റിയിലുള്ള മുഴുവൻ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ കമ്മിറ്റിയിൽ വരുന്ന എല്ലാ അംഗങ്ങൾക്കും ഇതിലെടുക്കോ? പോലീസ് കേസെടുക്കോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ തലപ്പത്ത് വരുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ കേസെടുക്കോ? MP ഉണ്ട്, ബെന്നി ബെഹനാൻ MP ഉണ്ട്. ഇങ്ങനെ എത്ര പേരുണ്ട് അതിനകത്ത്? ഇവരുടെയൊക്കെ പേരിൽ നിങ്ങൾ കേസെടുക്കോ? ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിരിക്കണം. അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ പോകണം. അല്ലാതെ ആ മരണം സ്വാഭാവികമല്ല. നിങ്ങളുടെ ഉദ്യോഗസ്ഥരും നിങ്ങളും കാണിക്കുന്ന വീഴ്ചകൾ കൊണ്ടാണ്. എന്നിട്ട് അതിനൊരു
വകുപ്പും അതിന് നടപടിയെടുക്കാൻ പ്രൊഫഷനില്ല. എന്തുകൊണ്ടാണ് പ്രൊഫഷൻ ഇല്ലാത്തത്? നിങ്ങൾ അവിടെ ഇരുന്ന് കാണിക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണത്തിൽ നിങ്ങൾക്ക് അതിനൊരു പ്രൊഫഷൻ ഉണ്ടാക്കാത്ത കൊണ്ടാണ്. ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ എനിക്കോ നിങ്ങൾക്കോ ആണ് അവസ്ഥയെങ്കിലോ അപ്പോഴും നിങ്ങൾ പറയോ ഇത് തന്നെ സ്വാഭാവികം മാത്രം? എന്ത് സ്വാഭാവികം? ആളെ കൊന്നിട്ട് ഇരുന്ന് കൊഞ്ഞനം കുത്തുന്നതോ സ്വാഭാവികം? പട്ടിനെയും പൂച്ചേനെയും കൊണ്ടുപോകുന്ന പോലെ പിള്ളേരുടെ ദേഹത്തും ചങ്ങലിട്ടുകൊണ്ട് നടക്കണോ ഇന്റർനാഷണൽ എയർപോർട്ടില്? ഇതാണോ ഇന്റർനാഷണല്? എന്നിട്ട് ഇരുന്ന് കൊഞ്ഞണം കുത്തിയല്ലോ കുറെ എണ്ണങ്ങൾ ഇരുന്നിട്ട് ഭയങ്കര സങ്കടം കാണിക്കല്. കേസെടുക്കണം. ഇതിന്റെ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് അതോറിറ്റിയിൽ ആരൊക്കെയുണ്ടോ ഇവരുടെ എല്ലാവരുടെയും പേരിൽ കേസെടുക്കുന്നേ. ഒരു ഉത്തരവ് അങ്ങോട്ട് ഇറക്കിയ ഉത്തരവ് കൊണ്ടാവൂല. എല്ലാവരുടെയും പേരിൽ അങ്ങോട്ട് കേസെടുക്ക്. കാണട്ടെ എല്ലാവരും കോടതി കയറിയിട്ട്. വെറുതെ ഉണ്ടാക്കിയതൊന്നുമല്ല നിയമം. ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയതും വെറുതെ അല്ല. ഇന്റർനാഷണലിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ വേണം. അത് പാലിക്കാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിന് നടപടി വേണം. പൂട്ടയും പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ കുഴിയിൽ പോയത്. അറിയാൻ പാടില്ലേ കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രില്ല് വെക്കണമെന്ന്? നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടില്ലേ നോർത്ത് ഇന്ത്യയിലും മറ്റിടത്തൊക്കെ ഓരോ പ്രാവശ്യം വീഴുന്നത്? കേരളത്തിൽ അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെയുണ്ട് ജയറാമിന്റെ. മറ്റേ എന്താ പറയാ, കുഴൽക്കിണർ ഊത്തിയിട്ട് ആ കുട്ടി താഴ്ത്തു പോകുന്നത് ഇല്ലേ, ബേബി ശാലിനി. ആ കുട്ടി ആ കുഴിയിൽ വീഴുന്ന രംഗം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവോ എന്ന് പറഞ്ഞ പോലെയല്ലേ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കാണിച്ചു വെച്ചത്? ഒരു പരാതി നേരെ ചൊവ്വ മാതാപിതാക്കൾ കൊടുക്കാത്ത അറിയാൻ പാടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൊടുപ്പിച്ചാൽ ഇന്റർനാഷണൽ വീട്ടിലിരിക്കും. നിയമം അറിയാവുന്ന ജില്ലാ കളക്ടറല്ല അതിന്റെ ഹെഡിലിരിക്കുന്നത്. MD എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ അല്ലായിരുന്നോ? നിയമം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ബാക്കി ആർക്കും, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കും അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനൊക്കെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. എക്കണോമിക്കിലടക്കം ഓരോ വിഷയങ്ങളിലും വെൽ സ്റ്റഡി ആയിട്ടുള്ള ഒരാളെ മാത്രമേ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റും അതിന് മുകളിലോട്ടുള്ളവർക്കും വെൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചടക്കം നോളജ് വേണം എന്നൊക്കെ ഉണ്ട്. ഈ പറയുന്ന സമയത്താണ് എയർപോർട്ടിന്റെ MD ആയിട്ടുള്ള ജില്ലാ കളക്ടർ ഇത്രയും വലിയ അലംഭാവം കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കീഴിലിരിക്കുന്ന പരിശോധിക്കാനുള്ള ആളുകളില്ലേ? ഇനി നാളെ വേറൊരു വഴി കൂടെ അപ്പുറത്തുനിന്ന് നൂണ്ട് കയറി ഇപ്പുറത്തു കൂടി കയറി വരില്ല എന്ന് ഉറപ്പുണ്ടോ? കുഴികളും ബാക്കിയുള്ളത് എന്താണെങ്കിലും അത് അടച്ചിടാൻ ബാധ്യത ഉണ്ടായിരുന്നോ ഇല്ലയോ? കേരളത്തിന്റെ ക്രെഡിറ്റ് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കുഴിയിൽ വീണ് ആള് മരിച്ചത്. നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അവര് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അത് എന്റെ മാത്രമല്ല, ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും നാണക്കേടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ള ആരോടാണെന്ന് വെച്ചാൽ ചോദിക്ക്. അവന് ഇന്ന് കളിയാക്കിയിട്ടുണ്ടാവും കൂടെയുള്ള അവന്മാര്. ബസ്ക അല്ലെങ്കിൽ എടാ പിള്ളച്ച, നിന്റെ നാട്ടിലെ എയർപോർട്ടിലല്ലേടാ ഇന്നൊരു കൊച്ചു മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ടുണ്ടാകുമോ എന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഗൾഫിലുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക്. നാണക്കേടാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും വന്നിരുന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞതും. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരക്ഷരവും മിണ്ടൂല. കാരണം 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മാറുമ്പോൾ അവര് കയറിയിരിക്കുകയും അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു കയറി വരികയും ഇങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ പോകുന്നതുകൊണ്ട് നിങ്ങളൊരു മനുഷ്യനും മിണ്ടത്തില്ല. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരും മിണ്ടത്തില്ല. അത് പറഞ്ഞാൽ പുറത്താക്കും. തെറ്റ് കണ്ടാൽ വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാവാത്തോടത്തോളം കാലം മലയാളിയുടെ ഗതികേട് ഇത് തന്നെയാ.
എത്ര പേര് 2016 ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവില് ഞാൻ കണ്ടു 5000 പേര്. 2008 മുതൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്നും പറഞ്ഞുകൊണ്ട് കേരള പോലീസിൽ തന്നെ ഒരു ഏമാൻ എന്നോട് പറഞ്ഞതിന്റെ ആ വീഡിയോ ക്ലിപ്പ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജനകീയ വാർത്തയിൽ നിങ്ങൾ എടുത്തു നോക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത്, വാഹനാപകടം ഉണ്ടാവുന്ന കേരളത്തിലാണ്. എന്നിട്ടും മലയാളി പഠിച്ചിട്ടില്ല. ഇന്ന് എയർപോർട്ടിൽ, ലോകത്ത് ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ ഒരു ദാരുണാന്ത്യം. പണ്ട് ഇസ്രായേലായിട്ട് യുദ്ധം ഉണ്ടായപ്പോഴെങ്ങാണ്ട് അമേരിക്കയുടെ വിമാനം വന്നവരെ എടുത്തുകൊണ്ട് പോയപ്പോ ആ രാജ്യത്തെ ആളുകൾ വിമാനത്തിൽ കയറാനായിട്ട് ഇടിയുണ്ടാക്കിയത്. അതിലും കഷ്ടമാണ് സാർ. ഏറ്റവും മലയാളികളെ ലോകത്ത് ഏത് കോണിൽ ചെന്നാലും മലയാളികൾ ഉണ്ടാവും. സമ്പൂർണ്ണ സാക്ഷരത മലയാളി എന്നാണ്. അത് ഏതൊരു മികവിന്റെയും പുറകിലും മലയാളി തന്നെയാ. പക്ഷെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോഴോ ലോകത്തെ ഏറ്റവും വിവരക്കേട് കാണിക്കുന്നത് മലയാളി. സങ്കടമുണ്ട് സാർ. എന്നാണ് നിങ്ങളൊക്കെ ഒന്ന് നന്നാവുക? അതോ പണ്ട് കർത്താവ് ചാട്ടവാറെടുത്ത പോലെ നിങ്ങളെയൊക്കെ ചാട്ടക്കടിച്ച് നന്നാക്കണോ? വോട്ട് കൊടുത്ത് ചെയ്ത ജനങ്ങളോടുള്ള ക്രൂരതയാണോ നിങ്ങൾ കാണിക്കുന്നത്? ആണോ? കഷ്ടമാണ് സാർ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്തൊരു ന്യായീകരണം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി അടക്കം ഒരാളും നിങ്ങൾ ന്യായീകരിക്കാൻ നിങ്ങൾക്കില്ല. ഉണ്ടോ? വളരെ സങ്കടകരമായ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കി നിർത്തും. ഇതല്ലേ ഇവിടെ സംഭവിക്കാൻ പോണത്? അല്ലേ? ശരിക്കും ആ മാതാപിതാക്കൾക്ക് നിയമം അറിയാവുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലിൽ നിൽക്കുന്നതാണെങ്കിൽ ഇന്റർനാഷണല് വീട്ടിൽ വിളിക്കും. നിങ്ങൾ നോക്കിക്കോ. ഞാൻ വെല്ലുവിളിക്കുന്നു. അവര് മറ്റേ അംബാസഡർ കാറും കൊണ്ട് വന്നവരല്ല. ആണോ? അംബാസഡർ കാറിൽ വിളിച്ചിട്ടുണ്ട്. അവർ കേരളത്തിലെ റോഡിൽ വീണതല്ല, എയർപോർട്ടിൽ വന്നിറങ്ങിയതാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവര് പരാതി കൊടുത്ത കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇന്റർനാഷണല് വീട്ടിലിരിക്കും. വെല്ലുവിളിക്കുന്നോ? നവാബ് പറഞ്ഞില്ലേ, അന്ന് ആ ഹോട്ടലിന്റെ വില, അന്ന് അവർക്ക് വരുമാനം കിട്ടുന്നത് 1000 രൂപയാ ഒരു മാസത്തെ വരുമാനം. അന്ന് ആ ഹോട്ടലിന് കൊടുത്തത് 25,000 രൂപ പിഴയാണെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് വരെ ആ ഇന്റർനാഷണല്, പിന്നീട് അന്ന് തൊട്ട് പുള്ളി ഇന്ന് വരെ ആ ഇന്റർനാഷണല് പേര് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളാ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആ ഇന്റർനാഷണൽ നിങ്ങൾ എടുത്തു കളയിപ്പിക്കരുത്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും ശമ്പളം എന്നല്ല, പണിയെടുക്കാത്തവന് ശമ്പളവും ഇല്ല. അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥനെ ടെർമിനേറ്റ് ചെയ്യുകയും വേണം. എങ്കിലേ നാട് നന്നാവുള്ളൂന്നേ. അല്ലെ ആ നാട് നന്നാവണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നേ. മുഖ്യമന്ത്രിക്ക് എന്താ പേടി? പ്രതിപക്ഷ നേതാവ് അടക്കം ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. UDFന്റെ MP ആണ് അതിനകത്ത് ഇരിക്കുന്ന ഒരാള്. പിന്നെ എങ്ങനെ മിണ്ടും? ഇന്റർനാഷണൽ പോവാൻ പറ്റൂല എന്ന് പറയോ? ഒരു പിണ്ണാക്കും ജനങ്ങളോട് പറയില്ല. ഇന്ന് ആ വിഷയത്തിൽ എത്ര മാധ്യമങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ടാവും? ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്റർനാഷണലിന്റെ മാനദണ്ഡം എന്താണെന്ന്? പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. ആ പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വന്നിരുന്ന് നിങ്ങളോട് പറഞ്ഞത്. ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കണം, പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം.
തെറ്റ് കാണിച്ചാൽ മുഖ്യമന്ത്രി എന്നല്ല ആരായാലും നടപടി ഉണ്ടാവണം. നിയമം ശക്തമാണെങ്കിലേ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കും വിലയില്ലാത്തൊരു രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ജീവിക്കുന്ന ആ നാണക്കേടും പേര് നമ്മൾ ജീവിച്ചു മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കാശുള്ളവനും മാത്രം പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും. അരുൺ ജെയ്റ്റ്ലി പണ്ട് നിന്നതുപോലെ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി ലോകത്തിന്റെ മുമ്പിൽ തല കുനിച്ച് നിന്ന കുനിപ്പില്ലേ, ഓരോ മലയാളിക്കും കിട്ടിയ അടിയാണ്. നിങ്ങൾക്ക് നാളെ എവിടെ നിന്ന് കിട്ടും ജോലി? ഏത് വിദേശ രാജ്യത്ത് നിങ്ങൾ വിളിക്കും? നിങ്ങൾ പറ, നിങ്ങളെ ഏത് വിദേശ രാജ്യത്തേക്ക് വിളിക്കും? അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ടിട്ടാ. എന്തുകൊണ്ടാ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വെറുതെ ഇരുന്ന് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മാത്രം വിളിച്ചിരുത്തി അന്തിച്ചർച്ച പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയല്ല വേണ്ടത്. മാധ്യമങ്ങൾ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ക്വാളിറ്റിയും ആ ക്വാണ്ടിറ്റിയും അവിടെ കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ജീവിച്ച മാധ്യമ പ്രവർത്തകനായ നവാബ് രാജേന്ദ്രനെങ്കിലും നിങ്ങൾ പരാമർശിച്ചെങ്കിലും വെക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് അന്തിച്ചർച്ച നടത്തിയാൽ പോരാ. അല്ലെങ്കിൽ ഘോരം സങ്കടം വരുമ്പോ എന്റെ നെഞ്ചു പൊട്ടി ചത്തയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഹസനം. എന്തായാലും വരും ദിവസങ്ങളിൽ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.